ചങ്ങായിമാരെ കുംഭമേള നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടില്ല. മലപ്പുറം മുസ്ലിം എന്നും കേൾക്കുമ്പോ കുരുവൊട്ടുന്ന ചാണക സംഖ്യയിലെ റിനിൽ ജയറാം ഓം വീണ്ടും കുരുവോട്ടലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ കുംഭമേള നല്ല രീതിയിൽ നടക്കാനേ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് കേരളത്തിൽ ഉണ്ടെങ്കിട്ടില്ല. ആ ടീം സംഘപരിവാർ മാത്രമാണ്. അവർക്ക് ഈ കുംഭമേളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, അതിലൂടെ ഇവർക്ക് വളരണം, എന്തെങ്കിലും വർഗീയത ഉണ്ടാക്കിയിട്ട് വളരണം. അതായിരുന്നു സംഘപരിവാർ വിചാരിച്ചത്. പക്ഷേ സംഘപരിവാറിന്റെ ആഗ്രഹങ്ങളെല്ലാം മലപ്പുറത്തെ മുസ്ലിങ്ങൾ, നല്ലവരായ മുസ്ലിങ്ങൾ വെള്ളൊഴിച്ച് കെടുത്തി. അതിന്റെ നിരാശയുണ്ടല്ല. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഓരോ സംഘിന്റെ വാക്കുകളിലും എളിക്കുന്നുണ്ട്. പിന്നെ സംഘികളുടെ വിചാരം ഉണ്ടല്ല, ഈ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവരും സംഘിയെന്നാണ്. സംഘികളെ ഈ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവരും സംഘികളൊന്നല്ല. ഒരുപാട് നല്ലവരായ ഹിന്ദുക്കളുണ്ടല്ല, നല്ല ഭക്തന്മാരായ ഹിന്ദുക്കളാണ് ഈ കുംഭമേളയിൽ പങ്കെടുത്തത്. പിന്നെ കൂട്ടത്തില് നിങ്ങളെപ്പോലത്തെ കുറച്ച് കുരുപൊട്ടിയ സംഘികൾ, അതെന്തിനറിയാം, ഭക്തി കൊണ്ട് പോയതല്ല, അവിടെ എങ്ങനെയെങ്കിലും കുരുപൊട്ടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കലാപം ഉണ്ടാക്കണം. അതിന് മാത്രമാണ് സംഘപരിവാർ അവിടെ പോയിട്ടുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, ഇവരെ പോലത്തെ സംഘികളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് കുംഭമേള നല്ല രീതിയിൽ തന്നെ അവസാനിക്കുകയാണെന്ന്. അങ്ങനെ സംഭവിച്ചതോടുകൂടിയുണ്ടല്ല ഈ കുരുപൊട്ടിയ സംഘി ഒരു വീഡിയോ ചെയ്ത്, എന്തായാലും വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതിനുശേഷം ഇതിനുള്ള നല്ല മറുപടിയും കൊടുക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തിരുനാവായ ഹൈന്ദവര് മാറി എന്നതിന്റെ സൂചനയാണ്. എങ്ങനെ മാറിയെന്ന്, ഒരു വശത്തുനിന്ന് ഭരണകൂടം അവിടെ നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ ആ പാലത്തിന്റെ പണി നിർത്തിവെച്ചപ്പോ അവിടെ കൃത്യമായിട്ട് ജുനാഗാഡയിലെ സന്യാസി വര്യന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര് വന്ന സർക്കാരിനോടും ഈ നാട്ടിലെ ഹൈന്ദവരോടും അതുപോലെ തന്നെ സുഡാപ്പികളോടും വ്യക്തമായിട്ടൊരു സന്ദേശം തന്നു. തടഞ്ഞാല്, അതിപ്പോ ആര് തന്നെ ആയിക്കോട്ടെ, ആ പരിപാടി അവിടെ തടഞ്ഞാല് ഏത് രീതിയിലും ആ പരിപാടി അവിടെ നടത്തിയിരിക്കും. കേരളം ഒരു വാപ്പാന്റെയും ഒരു ഫാദറിന്റെയും ഒരച്ഛന്റെയും വകയല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജുനാഗാഡയിലെ സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് പറയണത് നിങ്ങൾ കേട്ട്, അതിനുശേഷം നിങ്ങളൊന്ന് ചെന്ന് കാണണം. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോ തന്നെ എന്താ പറയാ, മനസ്സിനൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്, ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അവിടുത്തെ തിരക്ക്, അതിനും മാത്രം ഹൈന്ദവ ജനത ഒന്നിച്ച് ഒഴുകി വരുന്ന കാഴ്ച നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2-3 പ്രാവശ്യം അവിടെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ പോയപ്പോഴൊക്കെ എന്റെ സുഹൃത്തുക്കൾ വന്ന് വളരെ എന്താ പറയാ, വളരെ സന്തോഷപൂർവ്വം എന്നെ മനസ്സിലാക്കി എന്റെ അടുത്ത് വന്ന് സംസാരിച്ച്, അതിലും വളരെ സന്തോഷം. പക്ഷെ അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ഹൈന്ദവര് ഒറ്റക്കെട്ടായി വന്നു തുടങ്ങിയതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എത്ര കാലമൊന്നും പറഞ്ഞ് നിങ്ങൾ പേടിച്ചിരിക്കും. 61 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുന്നുണ്ട് നിങ്ങളെ പേടിപ്പിച്ച്, അതും കഴിഞ്ഞിട്ട് അവിലും മലരും മേടിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ച്. ഇങ്ങനെ പേടിച്ച് 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 നിൽക്കുന്ന ഒരു ജനസമൂഹത്തിനെ ഹൈന്ദവന്റെ ശക്തി എന്താണെന്നും ഹൈന്ദവന്റെ വില എന്താണെന്നും അറിയിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം കുംഭമേള വരേണ്ടി വന്ന്, ഇനിയെങ്കിലും നീയൊക്കെ ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് എന്തൊരു കാര്യത്തിനും ഒത്തൊരുമയോടുകൂടി ജീവിക്കുക. അമ്പലത്തിൽ വരെ കയറി പൂജാരിനെ വരെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന കാലത്തിലാണ് ഞാൻ ഈ മലപ്പുറത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. മരണം ഒരിക്കലേ വരുള്ളൂ. അത് എങ്ങനെ മരിക്കണം, ധീരതയോടുകൂടി മരിക്കുക. ഇവന്റെ ഡയലോഗെല്ലാം കേൾക്കുമ്പോ എനക്കെന്താ തോന്നുന്നറിയാം, തിരുനാവായില് എന്തോ യുദ്ധമാത് നടക്കുന്നതെന്ന് തോന്നുന്നു. എന്റെ വേട്ടാവളി, അവിടെ ഉണ്ടല്ലോ ഒരു ഭക്തിപരമായ കാര്യം നടക്കുന്നത്. ആ സംഭവത്തിനാ നീ യുദ്ധം പോലെ പറയല്ല കേട്ടോ. പിന്നെ നീയൊക്കെ അങ്ങനെ സംസാരിക്കൂ. കാരണം എന്താ വെച്ചാൽ നിനക്കൊക്കെ എന്ത് ഭക്തി, നിനക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ അവിടെ പോകാൻ പറ്റൂ. പിന്നെ നീ അമ്പലത്തിൽ കയറി തന്ത്രിനെ ആരോ ആക്രമിച്ചെന്തെല്ലാം പറഞ്ഞു, അതൊന്നും ആരും കേട്ടില്ല കേട്ടാ. പക്ഷേ ഉണ്ടല്ല, കാസർഗോഡ് ഒരു പള്ളി കയറിയിട്ട് ഒരു ഉസ്താദിനെ ഇല്ലാതാക്കിനി, അത് കുറെ സംഖ്യകളാണ്. ആ വാർത്ത മലയാളികൾ മൊത്തം കേട്ടിനി. പിന്നെ മലയാളികൾ കേൾക്കാത്ത വാർത്തകളെ നിന്റെയൊക്കെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് വരുന്ന നമുക്കറിയാം. നിങ്ങൾക്ക് ഇവന്റെ ഓരോ വർത്താനം കേൾക്കുമ്പോൾ കൃത്യമായും മനസ്സിലാകുന്നില്ലേ കുംഭമേള നല്ല രീതിയിൽ നടന്നു പോയത് ഇവനൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറിന്റെ ആകെയുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കണമെന്ന് മാത്രമായിരുന്നു. പക്ഷെ എന്താണ്, മലപ്പുറത്തെ നല്ലവരായ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ സംഘപരിവാറിന് നല്ല പണി കൊടുത്തു. ഇനി എന്താണ് ഇവനെ പോലത്തെ മറുപടി കൊടുക്കേണ്ടത്, അവിടെ കുംഭമേളക്ക് പോയിട്ടുള്ള ഹൈന്ദവർ തന്നെയാണ്. അങ്ങനെ ഒരു ഹൈന്ദവനുണ്ടല്ല, ഇവനെ പോലത്തെ വർഗീയത മാത്രം പറഞ്ഞ, എവിടെ പോയാലും വർഗീയത മാത്രം പറഞ്ഞ സംഘികൾക്ക് കൃത്യമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. കണ്ണിൽ ഈ ദിവസങ്ങളിൽ പെട്ട ചില കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് കാര്യം, ഞാൻ അങ്ങനെ ആ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് അധികം വീഡിയോ പല ആൾക്കാരും വീഡിയോകൾ ചെയ്യുന്നെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഞാൻ എങ്ങും കണ്ടില്ല. അപ്പോൾ ആ 3 കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.
പലപ്പോഴും കുംഭമേള മലപ്പുറത്ത് വന്നു കഴിയുമ്പോൾ പ്രധാന ഒരു സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒരു കച്ചവട താല്പര്യത്തോടു കൂടിയാണ് അവരെന്നെ സമീപിക്കുന്നത്. ഞങ്ങൾ പുലിക്ക് സർബത്ത് തുടങ്ങും, അല്ലെങ്കിൽ അത് ചെയ്യും, കട തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ട്രോളിക്കുണ്ട്. ട്രോളാണെങ്കിലും അതിൽ എന്താ പറയുന്നത്, ഒരു സമൂഹത്തെ മൊത്തം കച്ചവട താല്പര്യം കൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലൊക്കെയാണ് വീഡിയോകൾ വരുന്നത്. ട്രോളായിട്ട് നടക്കുന്നതായിരിക്കും. പക്ഷേ അതങ്ങനെയല്ല എന്നുകൂടി കാണിക്കാനുള്ള അമ്പലത്തിന് ചുറ്റുമുള്ള, നമ്മുടെ തിരുനാവായ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കമന്റ് അടിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, പരസ്പരം വിദ്വേഷമൊന്നും വരാത്ത നല്ല നല്ല കമന്റുകൾ മാത്രം ഇതിന് ചെയ്യുക. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിയിലെ തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണം എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത്. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള 2 കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമേ. ഇതായിട്ട് നിൽക്കുന്ന ഈ ഒരു ആൽമര നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ ഒരു കെട്ടിനും ഈ ടൈൽസിനും ഒക്കെ, അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ സമർപ്പിച്ചത് 2 മുസ്ലിം സഹോദരന്മാരാണ്. നിങ്ങൾക്ക് അബ്ബാസ് പുതുപ്പറമ്പിൽ ഹംസക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളും കൂടാണ്. അപ്പോൾ ഇത് നോക്കൂ, കുംഭമേളയ്ക്കൊക്കെ മുന്നേ ഇത് ചെയ്തിട്ടുള്ളതാണ്. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കരിങ്കൽ പണികളും വിശ്രമമൊക്കെ അവരാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ താൽക്കാലിക പാലം നിർമ്മിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ തുണി മൂടിയിട്ട ഒരു സ്ഥലം കാണാം. ഇതൊരു മുസ്ലിം ദേവാലയമാണ്, കൊടി കാരണമാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഫുള്ള് പോലീസുകാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും പള്ളി അധികൃതരുടെ അറിവില്ലാതെ അത് നടക്കില്ല. അതിനർത്ഥം ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആൾക്കാരൊന്നും ഇതൊന്നും അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല, ഇങ്ങനെ കടന്നു പോകാറാണ് പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയല്ലേ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം, ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇതിനുള്ളിൽ പോലീസുകാരൊക്കെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പള്ളി അധികൃതർ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഉള്ളിലേക്കൊന്നും കൂടുതൽ കയറി നോക്കിയില്ല, എങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരാളെ പറ്റിയാണ്. ഈ ക്ഷേത്രത്തിലെ നദി ക്രോസ് ചെയ്യുന്നത് ഒരു വള്ളം ഉപയോഗിച്ച് ആൾക്കാരെ എത്തിക്കുന്നത് ഒരു മുസൽമാനാണ്. അദ്ദേഹത്തെ എക്കാട് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം സൗജന്യമായിട്ടാണ് ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മാഘമേളയുടെ ഭാഗമായിട്ട് സംഘടന ചെറിയൊരു തുക നൽകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം ആൾക്കാരെ സൗജന്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചുകൊണ്ടിരുന്നത്. നോക്കൂ, ഒരു മുസൽമാനാണ്. എന്റെ ചാണക സംഘി, റിനിൽ ജയറാം എന്ന് പേരുള്ള ചാണക സംഘി. ഇതിലപ്പുറം മലപ്പുറത്തുള്ള മുസ്ലിങ്ങളുടെ സ്നേഹവും മറ്റു മതങ്ങളോടുള്ള ബഹുമാനവും എങ്ങനെയാ നിന്നെ കാണിച്ചു തരേണ്ടത്? നിന്നെപ്പോലത്തെ കുറെ എണ്ണം ഉണ്ടല്ലോ കുംഭമേളയിൽ വർഗീയത മാത്രം പറയാൻ പോകും. ഇതുപോലത്തെ ഇദ്ദേഹത്തെ പോലെ നല്ലവരായ ആൾക്കാർ ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ല, ഭക്തിയിൽ അവിടെ പോകുന്നുണ്ട്. അവരെപ്പോലുള്ളവർ പറയുന്നത് എല്ലാവരും കേൾക്കൂ ചാണക സംഘി, അല്ലാണ്ട് നിന്നെപ്പോലുള്ളവർ പറഞ്ഞ പച്ച വർഗീയത ഒരു മനുഷ്യൻ പോലും കേൾക്കൂല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ, ഇതുപോലുള്ള മതസൗഹാർദ്ദങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവനെ പോലത്തെ ചാണക സംഘിക്ക് എങ്ങനെ കുരു പൊട്ടാതിരിക്കും? ഈ റിനിൽ ജയറാം എന്ന് പേരുള്ള ചാണക സംഖ്യക്ക് മാത്രമല്ല കുരു പൊട്ടുന്നത്, നമ്മളെ വിശകലക്കും കുരു പൊട്ടുന്നത്. പിന്നെ കേസില്ല വക്കീലില്ലേ കൃഷ്ണരാജ്, ഓനും കുരു പൊട്ടുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ വിശ്വനാഥില്ലേ, ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്ന പ്രതീക്ഷ വിശ്വനാഥ്, ഓനെല്ലാം ഇത് കാണുമ്പോൾ കുരു പൊട്ടുന്നുണ്ട്. പക്ഷെ എന്താണ് മലയാളികൾ അവരോടെല്ലാം പറയുന്നത് വെച്ചാൽ ഇന്ത്യയൊക്കെ കുരു പൊട്ടട്ടെ, പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ, മലയാളിക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ്. ഇനി ഇതുപോലത്തെ ചാണക സംഖ്യ കുരു പൊട്ടുന്ന വേറൊരു മനോഹരമായ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുംഭമേള നടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലേക്ക് കുംഭമേള ഞങ്ങൾ നടത്തും, നിങ്ങൾ തടഞ്ഞാലും ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലേക്കുള്ള പ്രചരണം നടന്നായിരുന്നു. പ്രവീൺ മാഷാണ് നമ്മുടെ കൂടെ. മാഷേ നമസ്കാരം. യക്ഷ മലപ്പുറത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് തകർക്കാൻ കഴിയില്ല എന്ന്, സാഹോദര്യം തകർക്കാൻ കഴിയില്ല എന്ന് വീണ്ടും എടുത്തു പറയുന്നത് മാഷ് പഠിപ്പിച്ച 2 സ്റ്റുഡൻസ് മാഷെ പറയാം. ജനങ്ങളുടെ കാലിൽ അഴുക്ക് പറ്റരുതെന്നും അവർക്ക് കാലിന് മുറിവാകരുതെന്ന് വെച്ച് ശരിക്കും കട്ട പാകിയിട്ടുണ്ട് അവിടെ, അല്ലേ? ഇല്ല മാഷെ, ആരൊക്കെയാണ് അത് പാകിയത്? അത് എന്റെ 2 സ്റ്റുഡൻസ് തന്നെയാണ്. അതിൽ പിന്നെ അബ്ബാസ്, അതുപോലെ ഹംസക്കുട്ടി, അല്ലെ, ഹംസക്കുട്ടി, അതുപോലെ തന്നെ മുനീർ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ ബിസിനസ് ഒക്കെ നടത്തുന്നവരുണ്ട്, കിരണവയൊക്കെ ബിസിനസ് നടത്തുന്നവരുണ്ട്. അവരായിരുന്നു ആ നാവാമുദ്ര ക്ഷേത്രത്തിന് മുന്നിലുള്ള, ഇത് നമ്മളാരും നുണ പറയുന്നില്ല, അവിടെ നല്ല ബോർഡ് അടക്കം അവിടെ ഉണ്ട്, ദേവസ്വം ബോർഡിന് അംഗീകാരത്തോട് കൂടിയിട്ടാണ് ആ ടൈല് ചെയ്തത്. മാഷയുടെ കുട്ടികളാണ് ശരിക്കും അത് ചെയ്തു കൊടുത്തത്, അല്ലേ? ആ രീതിയിലേക്ക്, അതായത് നമ്മുടെ കെട്ടുറപ്പ് അതാണ്, ഇതാണ് നമ്മുടെ കെട്ടുറപ്പ്. അതായത് മറ്റു മതസ്ഥരെ ശരിക്കും കൈ അഴഞ്ഞ് സഹായിക്കുക, അല്ലെ? ഇവിടെ ഒരു വേല വന്നാൽ, ഒരു വിഷു വന്നാൽ, ഒരു അയ്യപ്പൻ വിളക്ക് വന്നാലൊക്കെ വലിയ രീതിയിലേക്ക് തീർച്ചയായിട്ടും ഭയങ്കര രസമായിട്ട് പോകുന്നതല്ലേ? എടുത്തു പറയേണ്ടതാണ് നമുക്ക് വൈരംകോട് ഭഗവതി. ആ ഉത്സവ ദിവസം എല്ലാ വിഭാഗം ജനങ്ങളും അമ്പലത്തിനുള്ളിലേക്ക് കയറും, അവിടെ ആ വേലകളുടെ കൂടെ വരും. കല്യാണം കഴിഞ്ഞു പോയ മുസ്ലിം പെൺകുട്ടികൾ എനിക്കറിയുന്ന ധാരാളമുണ്ട്. അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ വൈരംകോട് വേല കാണാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവിടെ പാട്ടോറം ഭഗവതി ക്ഷേത്രമുണ്ട്, ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത്. ഇവിടെയുള്ള ജനങ്ങൾ ആകെ തന്നെയുമാണ് അതിന് വേണ്ടിയിട്ടുള്ള പണങ്ങൾ സംഭാവന ചെയ്തിട്ട്, അല്ലാണ്ട് ഒരു മതത്തിൽ നിന്ന് മാത്രം വാങ്ങിയിട്ടല്ലോ നടത്തുന്നത്. ജനങ്ങൾ ആകെ തന്നെ വരവിനെ വേൽക്കാൻ വേണ്ടി പുതിയങ്ങാടി നേർച്ച, അതൊരു മുസ്ലിം സൂഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേർച്ചയാണ്. അത് ചില ഹിന്ദു ഭവനങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈരംകോട് വേലയ്ക്ക് ചില മുസ്ലിം ഭവനങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്, അവിടെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഈ നിലയ്ക്ക് വലിയൊരു പുരാതനമായ ചരിത്രം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനുണ്ട്. അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്തായാലും കാവി ധരിച്ചിരിക്കുന്ന 4 സന്യാസിമാർ അല്ലെങ്കിൽ കുറച്ച് പേര് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും ഇവിടെ വന്നാൽ നമ്മുടെ മതസൗഹാർദ്ദം തകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രവുമല്ല, എല്ലാവരും കൂടെ വരട്ടെ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാട്, നമ്മുടെ നാട്, വടക്കേ ഇന്ത്യക്കാർക്കുള്ള സംശയങ്ങൾ വല്ലതുകൊണ്ടെങ്കിൽ തീരട്ടെ ഇതോടുകൂടി. ഈ മാഷ് പറഞ്ഞത് തന്നെ എനക്കും പറയുള്ളത്, ഈ കുംഭമേളയോടുകൂടി, മലപ്പുറത്ത് നടക്കുന്ന ഈ കുംഭമേളയോടുകൂടി ഉത്തരേന്ത്യയിലുള്ള കുറെ ആൾക്കും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കുറെ ആൾക്കാർക്കും മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയെല്ലാം ഈ കുംഭമേളയോടുകൂടി അങ്ങ് തകർന്ന് തീരട്ടെ. അവരൊക്കെ ഉണ്ടെങ്കിൽ മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും എന്തിന് കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ
പറയൂ. അവരുടെയൊക്കെ മനസ്സിലുണ്ട് നമ്മളെ വെള്ളാപ്പള്ളിയും വിശകലനം പറഞ്ഞിട്ടുണ്ടാക്കിയ കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ഇതോടുകൂടി തീരട്ടെ. അതുകൊണ്ട് ഈ കുംഭമേളയോടുകൂടി സംഘപരിവാർ കേരളത്തിൽ വളരുന്നെന്ന് സംഘപരിവാർ വിചാരിച്ച്, പക്ഷേ ഇതൊക്കെ കൊണ്ട് ഈ മലപ്പുറത്തെ കുംഭമേള വളരെ ഭംഗിയായി നടന്നുകൊണ്ട് അതിന് ഒരുപാട് മുസ്ലിങ്ങൾ സഹായം ചെയ്തുകൊണ്ട് സംഘപരിവാറിന്റെ വളർച്ച അതോടുകൂടി തകർന്ന്, അതോടുകൂടി കേരളത്തിലുള്ള മതേതരത്വവും സാഹോദര്യവും മറ്റുള്ള മതങ്ങളുള്ള സാഹോദര്യവും കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ റിനിൽ ജയറാമിനെ പോലത്തെ കുരുപൊട്ടുന്ന എല്ലാ സംഖ്യകളോടും കൂടിയാണ്. നിങ്ങളുടെയൊക്കെ കുരുണ്ടല്ലോ, അത് പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ. അതിങ്ങനെ പൊട്ടുകയേ ഉള്ളൂ, വേറെ ഒരു രക്ഷയില്ല കേരളത്തിൽ. അപ്പൊ സ്ഥിരമായിട്ട് കുരുപൊട്ടുന്ന റിനിൽ ജയറാമിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.